ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തെച്ചിപ്പൂവും റോസാപ്പൂവും കൊണ്ട് ഒരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഈ എണ്ണ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. സ്കിന്നിൽ ആകുന്ന കറുത്ത പാടുകളും പിന്നെ നമ്മുടെ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് കാച്ചുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാം, മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് തെച്ചിപ്പൂവും റോസാപ്പൂവാണ്. എൻ്റെ കയ്യിൽ ആകെ ഒരു പിടി തെച്ചിപ്പൂവും ഒരു പിടി റോസാപ്പൂവേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് തെച്ചിപ്പൂവ് മാത്രമാണ് നിറയെ കിട്ടുന്നതെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം. റോസാപ്പൂവാണ് നിറയെ കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം. നല്ലപോലെ ഇതുപോലെ സ്മാഷ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് എണ്ണ കാച്ചുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തെച്ചിപ്പൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്ലവറാണ്. പിന്നെ അതുമാത്രമല്ല, ഈ തെച്ചിപ്പൂവിലുള്ള ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നല്ലപോലെ തെച്ചിപ്പൂവ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്കിന്നിന് മാത്രമല്ല, തെച്ചിപ്പൂവ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫ്ലവറാണ്. ഈ തെച്ചിപ്പൂവ് ഇട്ടിട്ട് ഒരു എണ്ണ കാച്ചിട്ട് നമ്മൾ തലയിലൊക്കെ തേച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫ്ലവറാണ് റോസ് എന്ന് പറഞ്ഞാൽ. റോസ് നമ്മൾ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. പിന്നെ റോസാപ്പൂനും ഇതേ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പം പൂക്കൾ നല്ലപോലെ വാടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇതളുകളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളത് ഒരു ദിവസം റെസ്റ്റ് ചെയ്ത് വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കൈകളിലും കാലുകളിലും മുഖത്തും എല്ലാവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് മുമ്പ് തേച്ചിട്ട് 10 മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ വീട്ടിൽ തെച്ചിപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.